എൻ്റെ പേര് സിസ്റ്റർ ആൻസി. ക്രിസ്താസി സന്യാസ സമൂഹത്തിൻ്റെ നോഷിറ്റ് ഹൗസിൽ നോയ്സ് മിസ്ട്രസ്സായി സേവനം ചെയ്യുന്നു. മൗണ്ടുമേരി കോൺവെന്റ് മാനന്തവാടിയിലാണ് ഞാൻ സേവനം ചെയ്യുന്നത്. ക്രിസ്താസി സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവാണ് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തുമ്പുരു. കുടിയേറ്റ പ്രദേശമായ മാനന്തവാടി രൂപതയുടെ വളരെ പ്രത്യേകമായ ആത്മീയ അച്ചപാലന പ്രേക്ഷിത ആവശ്യങ്ങളാണ് ക്രിസ്തുദാസി സന്യാസ സമൂഹത്തിന് ജന്മം നൽകിയത്. 1973 മാനന്തവാടി രൂപത സ്ഥാപിതമായതു മുതൽ ദുരിതമനുഭവിക്കുന്ന ഈ കുടിയേറ്റ ജനതയുടെ കഠിനാധ്വാനത്തിന്റെ കരങ്ങൾക്ക് ബലമാകുവാൻ, അവരെ സമുദ്ധരിക്കുവാൻ ക്രിസ്തുദാസി സമൂഹത്തിന് 1977 മെയ് 19 രൂപം നൽകി. ക്രിസ്തുദാസികളുടെ പ്രേക്ഷിത രംഗങ്ങൾ മാനന്തവാടി, തലശ്ശേരി, താമരശ്ശേരി, എറണാകുളം, തൃശൂർ, പാലക്കാട്, പാല, ഇരിങ്ങാലക്കുട, ജർമ്മനി, ഇറ്റലി, ആഫ്രിക്ക, USA, ബാംഗ്ലൂർ, റോം, ത്രിപുര, അരുണാചൽ, മണിപ്പൂർ എന്നിവിടങ്ങളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എപ്പോഴും ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പിതാവ് വിശുദ്ധ കുർബാനയിലൂടെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുമായിരുന്നു. ഒത്തിരിയേറെ സന്ദേശങ്ങളിലൂടെയും കഥകളിലൂടെയും എല്ലാം ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, ക്രിസ്തുദാസികൾക്ക് 24 മണിക്കൂറിൽ 23 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കണം, പ്രാർത്ഥനയിൽ ചിലവഴിക്കണം. സന്തോഷം നിങ്ങളുടെ മുഖമുദ്രയായിരിക്കണം. ലാളിത്യം എല്ലായിടത്തും എപ്പോഴും പ്രകടമാകണം. ഏത് ഭാരപ്പെട്ട ജോലി കിട്ടിയാലും നിങ്ങൾ അത് ഏറ്റെടുത്ത് സന്തോഷത്തോടെ ചെയ്യണം. ഒന്നിനോടും ഒട്ടിച്ചേരാത്ത ഒരു സൈക്കോളജിക്കൽ മൊബിലിറ്റി ദാസിയുടെ ആധ്യാത്മികതയുടെ ഭാഗമാകണം. ക്രിസ്തുദാസി സന്യാസ സമൂഹത്തെ ഒരു കുടുംബമായി സ്വീകരിച്ച് ആ ചൈതന്യത്തെ സ്നേഹത്തോടെ ആയിരിക്കണം. ഇതെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിലൂടെ എപ്പോഴും ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ദാസി സമൂഹത്തിന്റെ വളർച്ചയിൽ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുകയും ഞങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. മാർബിളിൽ കൊത്തിവെച്ചത് മാഞ്ഞു പോയേക്കാം, എന്നാൽ മനുഷ്യ മനസ്സിൽ എഴുതപ്പെട്ടവ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ, സന്ദേശങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് ആദരാഞ്ജലികൾ, പ്രാർത്ഥനകൾ സമർപ്പിക്കും.